ഓക്കെ, നമ്മൾ +2 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ 2 നോക്കുകയാണ്. ഒരു ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അത് സിമെട്രിക് ആയിരിക്കണം, പിന്നെ അതേപോലെ തന്നെ റിഫ്ലക്സീവ് ആയിരിക്കണം, അതേപോലെ തന്നെ ട്രാൻസിറ്റീവ് ആയിരിക്കണം. അതിനു മുൻപേ നമ്മൾ ഇന്നലെ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഒരു സെറ്റിനെ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തു, അതായത് സെറ്റിൻ്റെ ഡെഫിനീഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ക്രോസ് പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ക്രോസ് പ്രോഡക്റ്റിന് ശേഷം അതിൻ്റെ സബ്സെറ്റ് ആയിട്ട് വരുന്ന ആളാണ് ആര്? റിലേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഈ 3 കണ്ടീഷൻസ് ആണ്. ഇത് 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? ഇക്വാലൻസ് റിലേഷനാണെന്ന് പറയും. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, a relation R is equal to T1 T2 such that T1 is concurrent to T2. അപ്പോൾ എന്താണ് കോൺകറൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിമിലർ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കിൾസിനെയാണ്, സിമിലർ ട്രയാങ്കിൾസിനെയാണ് ക്വസ്റ്റ്യൻ. അപ്പം എല്ലാ ട്രയാങ്കിൾസും എന്താണ്? സ്വന്തം ട്രയാങ്കിളിനോട് തന്നെ അല്ലെങ്കിൽ ഇറ്റ്സെൽഫ് അതിനോട് തന്നെ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഒരാൾ ഒന്നിനോട് തന്നെ സിമിലർ ആയിരിക്കില്ലേ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അതെന്തായിരിക്കും? റിഫ്ലക്സീവ് ആയിരിക്കും. ഇനി ഒരു ട്രയാങ്കിൾ, അതായത് T1 എന്ന് പേര് വിളിച്ചു, അടുത്ത ട്രയാങ്കിൾ T2, അതെന്താണ്? സിമിലർ ആണ്. അപ്പോൾ നേരെ തിരിച്ച് സിമിലർ ആയിരിക്കില്ലേ? പിക്ചർ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ T1 എന്ന് പറയുന്നത്. T1 T2നോട് സിമിലർ ആയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് നോക്കിയേ, T2 എന്ന് പറയുന്ന ആരോട് സിമിലർ ആയിരിക്കും? T1നോട് സിമിലർ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ T1 T2നോട് സിമിലർ ആയിരിക്കും. T2 എന്ന് പറയുന്നത് മറ്റൊരു ട്രയാങ്കിൾ, ഇതേപോലെ തന്നെ വരുന്ന ഒരു ട്രയാങ്കിൾ T3 എടുത്തു കഴിഞ്ഞാൽ ആ T1ഉം T3 എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അപ്പം അത് ഒരേപോലെ തന്നെയാണ് വരിക. അതുകൊണ്ട് അതെന്തായിരിക്കും? ട്രാൻസിറ്റീവ് ആയിരിക്കും. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇതെന്തായിരിക്കും? ഒരു ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു ലൈൻസിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പം എക്സാമ്പിൾ 3 നോക്കാം. അതായത് റിലേഷൻ R is equal to set L1 L2 such that L1 is perpendicular to L2. അതായത് L1 എന്ന് പറയുന്ന ഒരു ലൈന് L2നോട് പെർപെൻഡിക്കുലർ ആണ് എന്നാണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ കാണിക്കേണ്ടത് എന്താ? R എന്ന് പറയുന്നത് സിമെട്രിക് ആണ്, പക്ഷേ റിഫ്ലക്സീവുമല്ല ട്രാൻസിറ്റീവുമല്ല എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ റിഫ്ലക്സീവ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്തായിരുന്നു? അത് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു ലൈന് ഒരിക്കലും ആ ലൈനിലൂടെ തന്നെ പെർപെൻഡിക്കുലറായിട്ട് വരാൻ പറ്റുമോ? 90 ഡിഗ്രി ആയിട്ട് വരാൻ പറ്റുമോ? ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈനിൽ അതേ ലൈനിനോട് തന്നെ 90 ഡിഗ്രിയിൽ വരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അതെന്തല്ല? റിഫ്ലക്സീവ് അല്ല. പിന്നെ അടുത്തത് പറയുന്നത് സിമെട്രിക് ആണ്. സിമെട്രിക് ആണെന്ന് പറയാൻ കാരണം ഒരു ലൈൻ നമ്മൾ വരച്ചു, എന്നിട്ട് അതിൽ നിന്ന് 90 ഡിഗ്രി എടുത്തിട്ട് മറ്റൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ 2 ലൈൻസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ത് തന്നെയായിരിക്കും? 90 ഡിഗ്രി തന്നെയല്ലേ വരിക. തിരിച്ചാലോചിച്ച് നോക്കിയേ. അത് പിക്ചർ വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ L1 എന്ന് പറയുന്നത്. ഈ ലൈൻ നമ്മുടെ L2, അതായത് ഈ ലൈൻ കേട്ടോ, ഈ ലൈനാണ്. അപ്പം ഇത് നമ്മൾ 90 ഡിഗ്രി ആയിട്ട് വരച്ചു, ഇത് നമ്മൾ 90 ഡിഗ്രി ആയിട്ട് വരച്ചു. അപ്പം ഇത് പെർപെൻഡിക്കുലറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ L2നെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇത് 90 ഡിഗ്രിയാണ്. ഇനി L1നെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ 2 ലൈൻസും പെർപെൻഡിക്കുലർ അല്ലേ ഈച്ചത്. ഇനി L3 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടെ വരുന്നുണ്ട്. അത് ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കുമ്പോൾ എന്താണ്? പാരലലായിട്ടാണ് വരിക. മൂന്നാമതൊരു ലൈൻ വരയ്ക്കുമ്പോൾ, അത് പിക്ചർ വെച്ച് കാണിച്ചു തരാം. മൂന്നാമതൊരു ലൈൻ വരുമ്പോൾ എങ്ങനെ നമ്മുടെ L3 വരിക? ഇതാണ് നമ്മുടെ L3. അപ്പോൾ ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരച്ചു. മൂന്നാമതൊരു ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കുക? പെർപെൻഡിക്കുലറായിട്ട്. കാരണം ഇത് നമ്മുടെ L1, ഇതെന്ന് പറയുന്നത് L2. ഈ L2നും പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ത്? L3. അപ്പോൾ L1നെ ബേസ് ചെയ്ത് നോക്കിയേ, L3 എന്ന് പറയുന്നത് L1ന് എന്താണ്? പാരലലായിട്ടാണ് വരുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടല്ല.
അതുകൊണ്ട് ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഈ റിലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് ഈ റിലേഷൻ എന്ന് പറയുന്ന റിഫ്ലക്സീവ് അല്ല, പിന്നെ സിമെട്രിക് ആണ്, അതേപോലെ തന്നെ ട്രാൻസിറ്റീവും അല്ല എന്ന് പറയുന്ന 3 കണ്ടീഷൻസാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്.